പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് മലയാള മാസം കർക്കിടകത്തിലെ 1-ാം തീയതി, രാമായണ മാസാരംഭം. തൃശ്ശൂർ പൂരം പോലെ തന്നെ പെരുമകേട്ട ഒരു ചടങ്ങാണ് ഇന്ന് ഈ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ അരങ്ങേറുന്നത്. ആനക്കേരളത്തിൻ്റെ ഗജരാജാക്കന്മാരും ഗജറാണിമാരും ഇന്ന് ആനയൂട്ടിന് ഈ സന്നിധിയിൽ എത്തിച്ചേരുന്നു. ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത്. തൃശ്ശിവപേരൂരിന് ആ നാമം നൽകിയ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ്. ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം നടക്കുന്നതും ഈ ക്ഷേത്ര മൈതാനിയിലാണ്. ശ്രീ വടക്കുന്നാഥ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നു വരുന്നത്. കരിമ്പ്, അരി, നെയ്യ്, ശർക്കര, ആയുർവേദ മരുന്നുകൾ എന്നിവ ചേർത്തുള്ള ഭക്ഷണമാണ് ആനകൾക്കായി നൽകുന്നത്. ഗണപതി ഭഗവാന്റെ പ്രീതിക്കും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് എല്ലാ വർഷവും മലയാള മാസത്തിലെ കർക്കിടകം 1-ാം തീയതി ആനയൂട്ട് നടത്തി വരാറുള്ളത്. ആനയൂട്ട് വഴിപാട് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രം ദേവസ്വം കൺട്രോളിൽ നിന്നും 2500 രൂപ മുടക്കി വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. മഴയെപ്പോലും വകവെക്കാതെ ഒരുപാട് ആനപ്രേമികളും ഭക്തജനങ്ങളും ആനയൂട്ട് നേരിൽ കാണുവാനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ബാരിക്കേഡിന് സമീപത്തായി നിൽക്കുന്ന ആൾക്കാർ ആനയൂട്ട് കഴിഞ്ഞ് വരുന്ന ആനകളെ കാണുവാനായിട്ട് നിൽക്കുന്ന തിരക്കാണ്. തുടക്കം മുതലേ നല്ല മഴയാണ്, അത് ഇപ്പോഴും തുടരുകയാണ്. ആനപ്രേമികൾക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തജനങ്ങൾക്കും വളരെ ആനന്ദം നിറച്ച, തൃശ്ശൂർ പൂരം പോലെ തന്നെ ആവേശം നിറച്ച ഒരു ചടങ്ങായിരുന്നു ഇത്തവണത്തെ വടക്കുന്നാഥൻ ആനയൂട്ട്. വടക്കുന്നാഥൻ ആനയൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനകൾ ഒരേ സമയം പങ്കെടുക്കുന്ന ആനയൂട്ടാണ് വടക്കുന്നാഥൻ ആനയൂട്ട്. ഏകദേശം 54ഓളം ആനകൾ ഇത്തവണ പങ്കെടുത്തു എന്നാണ് ക്ഷേത്ര സമിതി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആനയൂട്ടിനും ആരാധകർക്കിടയിലോട്ട് ആവേശമുദ്രയെത്തിയ ഗുരുവായൂർ രാജശേഖരൻ, പൂക്കൻ സഞ്ജു, മാച്ചാട് കേശവൻ, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു തുടങ്ങിയ ഗജനിരകൾ ഉണ്ടെങ്കിലും തിരുപ്പതി രാമചന്ദ്രന്റെ കുറവ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചേട്ടാ ഒന്നുകൂടി ചേട്ടാ നിർത്തും ചേട്ടാ. നിർത്ത് നിർത്തിയാലും പുള്ളി നിർത്തിയാൽ മത്സരത്തിന് താല്പര്യമില്ലാത്ത ആളാണ്.
തീർന്നോ? അവിടെ മരം പൊട്ടി പറിക്കുന്നു. പോയി കിട്ടും.